ഇത് GP രാമചന്ദ്രൻ, മലയാള സിനിമാ നിരൂപണത്തിലെ ആധികാരിക ശബ്ദം. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സ്വദേശി. മികച്ച നിരൂപണത്തിന് 4 പ്രാവശ്യം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി. 2006 ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. ലോക സിനിമ കാഴ്ചയും സ്ഥലകാലങ്ങളും എന്ന നിരൂപണത്തിനാണ് ഇത്തവണ പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര തലത്തിലെ നിരവധി അംഗീകാരങ്ങൾക്ക് പുറമെ 98 പ്രഥമ സംസ്കാര കേരളം അവാർഡ്, കാണി ഫിലിം സൊസൈറ്റി പുരസ്കാരം, സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, രശ്മി ഫിലിം സൊസൈറ്റി പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തി. ദേശീയ സംസ്ഥാന ഫിലിം ഫെസ്റ്റിവലുകളിലെയും അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി മേളകളിലെയും സ്ഥിരം ജൂറി അംഗം. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സിനിമ, സംസ്കാരം, സാഹിത്യം എന്നീ വിഷയങ്ങളിൽ എഴുതുന്നതിനു പുറമെ 3 ദിനപത്രങ്ങളിൽ കോളം എഴുതുന്നു. ഐക്യകേരളവും മലയാള സിനിമയും എന്ന പുതിയ പുസ്തകത്തിൻ്റെ രചനയിലാണ് ഇപ്പോൾ. മലയാള സിനിമ മാത്രമല്ല, ലോക സിനിമകൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ അവലോകനങ്ങൾക്ക് വിധേയമാണ്. മലയാള സിനിമ, ദേശം, ഭാഷ, സംസ്കാരം, 25 ലോക സിനിമകൾ, ഇന്ത്യൻ സിനിമയിൽ നിന്നും ഇന്ത്യയെ കണ്ടെത്തുമ്പോൾ, സിനിമയും മലയാളിയുടെ ജീവിതവും എന്നിങ്ങനെ ബൃഹത്തായ 6 പുസ്തകങ്ങളും സിനിമാ സംബന്ധിയായ നിരവധി രചനകളും ഇദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. GP രാമചന്ദ്രൻ്റെ നിരൂപണ ലേഖനങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലും പാഠ്യവിഷയമാണ്. മലയാളത്തിൽ അടുത്ത കാലത്ത് രൂപപ്പെട്ട നവസിനിമകൾ രസകരമായ ദൃശ്യാനുഭവങ്ങൾ സമ്മാനിക്കുമ്പോഴും മൗലികതയില്ലാത്ത കപടനാട്യങ്ങൾ നവസിനിമകൾ ഉള്ളതായി GP നിരീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം സ്പിരിറ്റ് എന്ന സിനിമ തന്നെ. സിനിമയുടെ സംവേദനങ്ങൾ ഇന്ന് ഏറ്റവും ചടുലമാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ. ഫേസ്ബുക്ക് ഗുണ്ടായിസം അതിൽ പ്രധാനമാണെന്നും GP പറയുന്നു. സിനിമയ്ക്ക് പുറമെ മനുഷ്യാവകാശ സാംസ്കാരിക ഇടപെടലുകളിലും GP തൽപരനാണ്. മനുഷ്യ മനസ്സുകളുടെ ഉദാത്തമായ തലങ്ങളിലേക്ക് ഉയർത്താൻ സിനിമ പോലുള്ള ജനകീയ കലകൾക്ക് കഴിയണമെന്ന് ഇദ്ദേഹം ആവശ്യമുന്നയിക്കുന്നു. മലയാള ചലച്ചിത്ര ലോകത്തെ ശക്തനായ നിരൂപകനും വിമർശകനുമായ GP രാമചന്ദ്രൻ അദ്ദേഹം എതിർക്കുന്ന സിനിമകളുടെ നവരാഷ്ട്രീയമെന്ത്, വിമർശിക്കപ്പെടുന്ന രംഗങ്ങൾ ഏതൊരു സിനിമയും ആത്യന്തികമായി മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യ കേന്ദ്രീകൃത പ്രമേയം എന്തായിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. ചലച്ചിത്ര ലോകത്തെപ്പറ്റി വസ്തുനിഷ്ഠമായി മൂല്യനിർണ്ണയം നടത്താൻ സവിശേഷതകൾ ഏറെയുള്ള വ്യക്തിയാണ് GP രാമചന്ദ്രൻ. ഭാര്യ MP പ്രീത, ഏകമകൾ മേധ PR. ഒരു തികഞ്ഞ മതേതരവാദിയായി അറിയപ്പെടുന്ന GPയുടെ സംഭാഷണം ഇങ്ങനെ കേൾക്കാം. ഏറ്റവും മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള അവാർഡ് ഞാൻ എഴുതിയ ലോക സിനിമ കാഴ്ചയും സ്ഥലകാലങ്ങളും എന്ന പുസ്തകത്തിന് ലഭിച്ചു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘമാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 2006 എനിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത്. ഇപ്പോൾ ഞാൻ അടുത്ത ഒരു പുസ്തകം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഐക്യകേരളവും മലയാള സിനിമയും എന്ന രീതിയിൽ കേരളത്തിൻ്റെ ഒരു ഐക്യം, അതുപോലെ ശിഥിലീകരണം, കേരള സംസ്കാരം, മലയാള ഭാഷ ഇത്തരത്തിലുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് മലയാള സിനിമയിൽ മലയാളിയുടെയും കേരളത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ മലയാളികളുടെയും പ്രതിനിധാനങ്ങൾ ശേഖരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയൊരു പുസ്തകം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂ ജനറേഷൻ സിനിമ എന്ന് അറിയപ്പെടുന്ന ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ ചെറിയ വിജയം അല്ലെങ്കിൽ DVD മാർക്കറ്റിലൊക്കെ വിജയിച്ചു എന്ന് പറയുന്ന ട്രാഫിക്, 22 ഫീമെയിൽ കോട്ടയം, ബ്യൂട്ടിഫുൾ, അതുപോലെ പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, ഇത്തരം ചിത്രങ്ങളാണ് ഒരു IT റവല്യൂഷന് ശേഷം, പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷൻ്റെ ആഗോളവൽക്കരണ അനന്തരം രൂപപ്പെട്ട പുതിയ തലമുറ ഇന്ന്. കാരണം 1991 കൂടിയാണ് ആഗോളവൽക്കരണത്തിൻ്റെ പ്രവണതകൾ ഇന്ത്യയിൽ സജീവമായത്. അപ്പോൾ അതിനുശേഷം ജനിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ പ്രായപൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായപൂർത്തിയെത്തിയ കുട്ടികളുടെ അവരുടെ ആഗോളവൽക്കരണത്തിന് ശേഷം കണ്ട ലോകത്തിൻ്റെ അവരുടെ അഭിരുചികളെ സംതൃപ്തമാക്കുന്ന സിനിമകളാണ് ഈ സിനിമകളൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ പക്ഷേ പ്രത്യക്ഷത്തിൽ വളരെ
പിന്തിരിപ്പനും അതുപോലെ തന്നെ പുരോഗമന വിരുദ്ധവും അതുപോലെ വളരെ വംശീയവുമായ പ്രതിനിധാനങ്ങളാണ് ഈ സിനിമ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ട്രാഫിക് എന്ന സിനിമയിൽ തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് കൈക്കൂലി മേടിക്കുന്നവർക്ക് തിരിച്ച് ജോലിയിൽ കയറുന്നതിനുള്ള ഒരു അധോലോക അപ്പലറ്റ് ട്രിബ്യൂണൽ ആയിട്ടാണ് ട്രാഫിക്കിൻ്റെ ആരംഭം തന്നെ. സന്ദേശത്തോടു കൂടി ആരംഭിച്ച ശ്രീനിവാസൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഹാഖ്യാനത്തിൻ്റെ ഒരു തുടർച്ച ആയതുകൊണ്ട് ശ്രീനിവാസനെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. മാത്രമല്ല ആ സിനിമയിൽ അവസാനം കേരളത്തിലെ മനുഷ്യരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അവയവദാനം പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം കോളനികൾ, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനികൾ ഒരു വിഘാതമായിരിക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. മലയാള സിനിമ ഞങ്ങളിതാ മാറ്റി തീർക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മദ്യത്തിനെതിരായിട്ടാണ് എന്ന രൂപത്തിൽ ഇറക്കുകയും അത് മദ്യത്തിനെതിരെ ഒരാൾ സിനിമ ഇറക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ സിനിമ ഇതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ സംവിധായകനും ഒക്കെ തന്നെ മദ്യപിച്ചുകൊണ്ടാണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ നന്ദു അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, ഇയാൾ ജനിച്ച ആളാണെങ്കിലും എറണാകുളത്താണ് താമസിക്കുന്നത്. ഇയാൾ എറണാകുളത്ത് ഒരു പ്ലംബറായ ആളാണ്. ഇയാൾ പ്ലംബർ രാവിലെ എറണാകുളത്ത് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു MIT വണ്ടിയിൽ നേരെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തുള്ള ബിവറേഴ്സിൻ്റെ ക്യൂവിൽ പോയിട്ടാണ് ഇയാൾ ക്വാർട്ടർ മേടിക്കുന്നത്. കാരണം അപ്പോൾ എറണാകുളത്തുള്ള ആൾ തിരുവനന്തപുരത്ത് ബിവറേഴ്സിൽ പോയി MITയിൽ പോയി ക്വാർട്ടർ മേടിക്കുമെന്ന് പറയണം. അത് അങ്ങനെ ചിത്രീകരിക്കുകയും കാണുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-4 ലാർജ് അടിക്കാതെ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം പിന്നെ വീണ്ടും എറണാകുളത്തെത്തി ഇയാൾ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം ചേർക്കുകയും പിന്നെ ഭാര്യയെ തല്ലുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സിനിമയ്ക്ക് ടാക്സ് ഇളവും ഒക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഇളവ് കൊടുക്കാത്ത സമയത്തും ഗവൺമെൻറ്റിന് ഇത്തരം സിനിമകളിൽ നിന്നൊക്കെ ടാക്സ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ആ സിനിമ അവസാനിക്കുന്നത് മദ്യത്തിനെതിരെയുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് വിപരീതം തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമകളും, മലയാളത്തിൽ ഇറങ്ങുന്നതും ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിങ്ങോട് കൂടിയാണ് ഇറങ്ങുന്നത്. അതായത് മദ്യവും പുകവലിയും ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കാണിക്കാൻ വേണ്ടി മദ്യപാന രംഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഈ സിനിമകളൊക്കെ മദ്യവിരുദ്ധ സിനിമയാണ്, പുകവലി വിരുദ്ധ സിനിമയാണ് എന്ന് കരുതുന്നത് പോലത്തെ ഒരു ഭോഷ്കായിരിക്കും സ്പിരിറ്റ് പോലുള്ളൊരു സിനിമ മദ്യവിരുദ്ധ സിനിമയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം മോഹൻലാൽ അതിൽ നടനായതുകൊണ്ട് അത് മാത്രമല്ല ആ സിനിമ എടുത്തതിൽ ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മദ്യവിരുദ്ധ സന്ദേശമോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഒരു പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഒരാൾ സാധാരണ മദ്യപാനി അല്ലാത്തൊരു യുവാവ് ഒരു ദിവസം ഏതോ ഒരു നഗരത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എക്സൈസ് വകുപ്പ് മദ്യപാനത്തിനെതിരായി നടത്തുന്ന ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു ഷോ, നാടകമടക്കമുള്ള ഷോ കാണുകയുണ്ടായി. ഇതിലൂടെയാണ് അദ്ദേഹം മദ്യപാനി ആയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്കൂളുകളിൽ മൊബൈൽ ഫോണിനെതിരായി, ഇൻ്റർനെറ്റിനെതിരായി ഇത്തരത്തിലുള്ള പല സദാചാര പോലീസ്, അത് യഥാർത്ഥത്തിൽ സ്പിരിറ്റ് ഒരു സദാചാര പോലീസ് സിനിമയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സമൂഹത്തെ, ഒരു പക്വമായതും അതുപോലെ ഉന്നതമായ ഒരു സമൂഹത്തെ ഉപദേശങ്ങൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും വിലക്കുകൾ കൊണ്ടും നിരോധനങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു രക്ഷാകർതൃ മനോഭാവം തന്നെ സത്യത്തിൽ ഒരു ആധുനിക സമൂഹത്തിന് വളരെ വിപരീതമാണ്. സത്യത്തിൽ അത് ഒക്കെ തന്നെ ആധുനിക മനുഷ്യർ എന്ന് പറയുന്നത് വളരെ കഴിവുള്ളവരും അതുപോലെ തന്നെ ഇത് ഉപദേശം കൊണ്ട് നേരെയാക്കി എടുക്കേണ്ട ഒരു രക്ഷാകർതൃ മനോഭാവമാണ് നിൽക്കുന്നത്. ഈ രക്ഷാകർതൃ മനോഭാവം ഉന്നയിക്കുന്ന ആളുകളൊക്കെ തന്നെ കുറ്റവാളി ബോധക്കാരാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മദ്യപാനികൾ തന്നെയാണ് ഈ സിനിമ എടുക്കുന്നത്. അവർ തന്നെ അവർക്ക് ഉപയോഗിച്ച ഒരു സിനിമ ഒരു ദിവസത്തേക്ക് മദ്യം നിർത്തുമായിരിക്കും, പിറ്റേ ദിവസം വീണ്ടും ശക്തമായ രീതിയിൽ അത് തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ കണ്ട. കേരളത്തിൻ്റെ സാംസ്കാരികമായ പല പ്രശ്നങ്ങളെക്കുറിച്ചും ആധുനിക കേരളം എങ്ങനെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതിയ കോളങ്ങളിലും ഒക്കെ തന്നെ എഴുതിയ നിരവധി ലേഖനങ്ങൾ ഉണ്ട്. ഇവ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പച്ച ബ്ലൗസ്, മൃദുഹിന്ദുത്വ കേരളം ഒരു വിചാരണ എന്ന പേരിലാണ് ആ പുസ്തകം വിഭാവനം ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത സുഹൃത്തും കേരളത്തിലെ ഉജ്ജ്വലനായ സാംസ്കാരിക പ്രഭാഷകനുമായ KN അതിന് അവതാരിക എഴുതാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആ പുസ്തകമുള്ളത്. അദ്ദേഹം അവതാരിക പൂർത്തീകരിക്കുന്നതിന് കൂടിയിട്ട് തിരക്കുള്ള ആളായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അദ്ദേഹം അവതാരിക പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് ഈ പുസ്തകം പുറത്തു വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഞാൻ ഉന്നയിക്കുന്ന വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ലവ് ജിഹാദിൻ്റെ പ്രശ്നം, അതുപോലെ KK ഷാഹിനയുടെ പ്രശ്നം, പിന്നെ പച്ച ബ്ലൗസിൻ്റെ തന്നെ പ്രശ്നം. ഉദാഹരണത്തിന് പച്ച ബ്ലൗസ് എന്നത് ഐക്യ കേരളത്തിന് വിഘാതമായി എന്ന രീതിയിലാണ് ഫേസ്ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ വളരെ കടുത്ത രീതിയിലുള്ള മൃദുഹിന്ദുത്വവാദികളുടെ ആക്രമണമാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. ഇത്തരം ഒറ്റപ്പെട്ട നിലപാടുകളിൽ അഭിപ്രായ ഭിന്നത
ഈ പ്രമുഖരിൽ നിന്ന് തന്നെ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എന്നെ ഭീഷണി ഫോൺ വഴിയും അതുപോലെ തന്നെ അത് ഫോൺ വഴി എന്നെ ഭീഷണിപ്പെടുത്തിയ തിരക്കഥാകൃത്തുക്കളുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അതൊക്കെ അവരുടെ സൗകര്യങ്ങൾ. അതൊന്നും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗുണ്ടായിസം ഇപ്പോൾ വളർന്നു വരുന്ന ഒന്നാണ്, ഫേസ്ബുക്ക് ഗുണ്ടായിസം. ഈ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്കിലൂടെ എനിക്കെതിരായിട്ട് ഒരു ഫേസ്ബുക്ക് ഗുണ്ട എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം. കാരണം ഫേസ്ബുക്കിലൂടെ ഗുണ്ടായിസം ത്തിലൂടെ എനിക്കെതിരെ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഒരു സുഹൃത്തെന്ന് പറയാവുന്ന ഒരാൾ ശ്രമിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അത് ഒക്കെ തന്നെ മാത്രമല്ല കെയ്യനടക്കം ഞാനടക്കമുള്ള ആളുകളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ വേദികളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുന്നതിനും ബഹിഷ്കരിക്കാനും അതുപോലെ അകറ്റി നിർത്തുന്നതിനും കഴിയുന്നത്ര പ്രോഗ്രാമുകൾ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. മൃദുഹിന്ദുത്വവാദികളാണ് പ്രധാനമായിട്ടും. മൃദുഹിന്ദുത്വവാദികൾ, അതുപോലെ അശ്ലീല ഇടതുപക്ഷവാദികൾ, ഇതുപോലെ പല കക്ഷികളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെയും കെയ്യൻ്റെയും പ്രത്യേക നമസ്കാരമുണ്ട്. ഏതെങ്കിലും വേദികളിൽ പ്രത്യക്ഷമായിട്ട് സാറെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അതിനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ എങ്ങനെയാണ് അത് പ്രതിരോധിക്കാറുള്ളത്? ഇല്ല, പരോക്ഷമായിട്ടാണ്. അത് മൈൻഡ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. പരോക്ഷമായിട്ട് ചില ആളുകൾ, കാരണം നമ്മളെ വിളിക്കണമെന്ന് വിചാരിച്ച് വിളിക്കാത്ത ചില സ്ഥലത്ത് വിളിക്കണമെന്ന് ചിലർ പറയുന്നു, വേറെ ചില അത് അവർ തമ്മിലുള്ള സുഹൃത്തുക്കളാണ്. അതൊന്നും നമ്മൾ അതൊന്നും പരിഗണിക്കുന്ന അല്ലെങ്കിൽ അത് എന്നെ തമാശയോട് കാണുന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരെ ആ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്? കാരണം അത് ഞാൻ കരുതുന്നത് അത് പലതരത്തിലുള്ള ഒന്ന് ജനപ്രിയതയുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ഈ ജനപ്രിയതയുടെ പോപ്പുലർ കൾച്ചറിൻ്റെ ജനപ്രിയതയുടെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ജനപ്രിയതയ്ക്ക് എതിരായി എതിരെന്ന് പറയാൻ പറ്റില്ല, ജനപ്രിയത സ്വീകരിക്കുന്ന ഒരു പൊതുബോധം, ഒരു സമ്മതത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട്. ഈ പൊതുബോധത്തിനെതിരായിട്ടാണ് മിക്കപ്പോഴും സഞ്ചരിക്കുന്നത്. ഞാൻ അടക്കമുള്ള പല നിരൂപകരും സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ജനപ്രിയതയുടെ ലഹരിയിൽ കുടുങ്ങിപ്പോയവരാണ് സത്യത്തിൽ എതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നല്ല പ്രചോദനങ്ങളായി വരികയാണ് ചെയ്യുന്നത്. ഈ എതിർപ്പുകളൊക്കെ തന്നെ എനിക്കുള്ള പുതിയ പ്രചോദനങ്ങൾ, എൻ്റെ അന്വേഷണത്തെ തന്നെ. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം ഉണ്ടായൊരു അനുഭവം, ഞാൻ നേരിട്ടൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ 75-ാം വാർഷികം പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പ്രഭാഷണ പരമ്പര അവിടെ നടക്കുകയുണ്ടായി. സെനറ്റ് ഹാളിലെ പ്രത്യേക ഹാളിൽ, സെനറ്റ് ചേംബർ ഹാളിൽ 10 പ്രഭാഷണങ്ങളായിരുന്നു. കെ എൻ പണിക്കർ സാർ ഉദ്ഘാടനം ചെയ്ത് രണ്ടാമത്തെ പ്രഭാഷണം എൻ്റെതായിരുന്നു, സിനിമ എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പ്രഭാഷണം നൽകിയ സമയത്ത് സോൾട്ട് ആൻഡ് പെപ്പറിലെ ഒരു സംഭാഷണം ഞാൻ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ കേട്ട സുഹൃത്തുക്കളിൽ, അവിടുത്തെ വിദ്യാർത്ഥികളാണ്, പുതിയ സുഹൃത്തുക്കളാണ് എല്ലാവരും, ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊരു സുഹൃത്ത് പറയുകയുണ്ടായി, ഞങ്ങളിത് കേൾക്കുകയുണ്ടായില്ല, താങ്കൾ പറഞ്ഞപ്പോഴാണ് ഈ സംഭാഷണം ശ്രദ്ധിച്ചത്, ഞങ്ങൾ കേൾക്കുകയുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെവിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ചെവി ബയോളജിക്കലായ ഒരു ജൈവശാസ്ത്രപരമായ ഒരു അവയവം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ചരിത്രപരമായി രാഷ്ട്രീയമായിട്ടും നമ്മൾ ഏത് കേൾക്കണം, ഏത് കേൾക്കാതിരിക്കണം, ഏത് കേൾക്കുമ്പോൾ എന്തൊക്കെ ചരിത്രം നമ്മളിലേക്ക് ഓർമ്മ വരണം എന്നുള്ളത് കണ്ണും ചെവിയും ഒരുപോലെ തുടർന്നിരിക്കേണ്ട ഒന്നാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ അതുകൊണ്ട് തന്നെ ചെവിയുടെ 3 തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രയോഗം സോൾട്ട് ആൻഡ് പെപ്പറിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ശ്വേതാമേൻ്റെ ക്യാരക്ടർ ലാലിനോട് പറയുന്നുണ്ട്, ഒരു ഫോൺ മേടിച്ച് വെക്കാനും ചെവിയിൽ ചേർത്ത് വയ്ക്കാനും എന്തും വിളിച്ചു പറയാനും ഏത് കൊശവനും സാധിക്കും എന്ന് പറയുന്ന വളരെ വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരമുള്ള വളരെ ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു അധിക്ഷേപം അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ചെവിയുടെ പ്രയോഗം. രണ്ടാമത്, ഇത് കേൾക്കാതെ പോകുന്ന ന്യൂ ജനറേഷൻ്റെ ചെവിയാണ്. ന്യൂ ജനറേഷൻ അപ്പോൾ കേരള ചരിത്രത്തെക്കുറിച്ച് ബോധ്യപ്പെടാതെ തങ്ങളുടെ ചെവിയിൽ പലതും കേൾക്കാതെ പോകുന്നു. മൂന്നാമത്തേത്, ഒരു ആദിവാസിയുടെ ചെവി എങ്ങനെ മുറിച്ചെടുക്കാം എന്ന് കരുതിക്കൊണ്ട് ലാൽ കൊണ്ടിരുത്തുന്ന ഒരു ആദിവാസിയുടെ ചെവി. ഈ 3 ചെവികളെക്കുറിച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത ജനയുഗത്തിൻ്റെ ഓണം വിശേഷാൽപ്രതിയിൽ ഞാൻ എൻ്റെ ലേഖനമുണ്ട്, പുതിയ സിനിമകൾ പുതിയ വായനകൾ എന്ന് പറഞ്ഞു. ആ ലേഖനത്തിലേക്ക് ഈ ഓർമ്മ കൊണ്ടുവരാൻ കഴിയും. ഈ സിനിമകളെ സാറ് സമീപിക്കുന്നത് എങ്ങനെ? സിനിമ കണ്ടുകൊണ്ടാണോ അതല്ല നെറ്റിലൂടെയാണോ? ഇന്ത്യയിൽ നടക്കുന്ന 2-3 ചലച്ചിത്രമേളകളിൽ നിർബന്ധമായി പങ്കെടുക്കും. ഗോവയിൽ പോവും, അതുപോലെ തിരുവനന്തപുരത്ത് പോവും. പിന്നെ അതുപോലെ തന്നെ നിരവധിയായ ചിത്രങ്ങൾ നമ്മളെ കേരളത്തിലുള്ള ഭീമാപ്പള്ളിയിലെ ട്രാഫിക്കിലൊക്കെ കുറ്റവാളിയെ ചിത്രീകരിക്കപ്പെടുന്ന ഭീമാപ്പള്ളിയിലെ തൻസീർ തൊട്ട് നിരവധി സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് മേടിക്കും. അതുപോലെ ടോറൻറ്റ് ഡൗൺലോഡിംഗ് വഴി ശേഖരിക്കും. പിന്നെ സുഹൃത്തുക്കൾ ധാരാളമായി ഷെയർ ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇവരിൽ നിന്നും ഒക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് പഴയതും പുതിയതുമായ സിനിമകൾ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ മണ്ണാർക്കാട് ലെ മില്യൺ എന്ന് പറയുന്ന 1931 ഇറങ്ങിയൊരു സിനിമയാണ്, റെനെ ക്ലെയറിൻ്റെ. 1931 ആദ്യകാല ശബ്ദചിത്രങ്ങളിലൊന്നാണ്. വളരെ ഒരു മ്യൂസിക്കൽ കോമഡി എന്ന് പറയും, 85 മിനിറ്റുള്ള ആ ചിത്രം ഞാൻ കാണുകയുണ്ടായി. ഭാര്യയും മകളും അതുപോലെ തന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ തന്നെ, ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക്
ധാരാളമായി സുഹൃത്തുക്കൾ കേരളത്തിൽ അകത്തും പുറത്തുമുണ്ട്. ഇവരൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും സംവിധായകരടക്കമുണ്ട്. ഇപ്പോൾ നേരത്തെ ശത്രുക്കൾ എന്ന് പറഞ്ഞ പോലെ സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകരുമുണ്ട്. പല സംവിധായകരും അവർക്ക് സിനിമ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് തുറന്നു പറയാൻ കഴിയാത്ത പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അതായത് വേറെ ചില സിനിമകളെക്കുറിച്ചൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ, ഇതൊന്നും അങ്ങനെ ഒരു രഹസ്യം എന്നുള്ള രീതിയിലല്ല, അവരുടെ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് താങ്കൾ പറയും, അപ്പം അത് നമ്മളുടെ എഴുത്തിനും സഹായകരമാവാറുണ്ട്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാനും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകരുടെ സന്തോഷവും നന്ദിയും താങ്കളെ അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.